യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 21 മുതൽ 30 വരെ. വിശുദ്ധ യോഹന്നാൻ 16:23 മുതൽ. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഭൂമിയായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവെങ്കിലും ഞാനിനി ഭൂമിയായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന സമയം വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കയാൽ പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അതിനെ അവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ ഉപമയൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലതും അറിയുന്നുവെന്നും നിന്നോട് ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഞങ്ങളിപ്പോൾ അറിയുന്നതും താൻ അരുളി ചെയ്തു. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഇതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ പെരുന്നാൾ അടുത്ത വ്യാഴാഴ്ച വരുന്നു. അതിനുശേഷം 10 ദിവസം കാത്തിരുന്നിട്ട് ജൂൺ മാസം 4-ാം തീയതി പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്നു. ഈ 2 പെരുന്നാളുകൾ മുമ്പിൽ കണ്ടുകൊണ്ട് ശേഷിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും പഴയ തുരുത്തിയെ പുതിയ തുരുത്തിയാക്കി പുതിയ വീഞ്ഞ് നിറഞ്ഞൊഴുകുന്ന പാത്രങ്ങളായി നമ്മൾ മാറുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി ഇന്നത്തെ വിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് മെയ് മാസം 19-ാം തീയതി വിശുദ്ധ പീറ്റർ സെലസ്റ്റീൻ എന്ന പേരിൽ ഒരു പരിശുദ്ധൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ്. അനുദിന വിശുദ്ധന്മാരുടെ കലണ്ടറിൽ അങ്ങനെ ഈ 19-ാം തീയതി പീറ്റർ സെലസ്റ്റീൻ എന്ന പേരിലുള്ള വിശുദ്ധനെ കൂടി ഓർക്കുന്നു. ആ വിശുദ്ധൻ്റെ നമ്മളോടുള്ളതായ ഇടപെടൽ നമ്മളെ വിശുദ്ധരാക്കുവാൻ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വായിച്ചതായ തിരുവചനത്തിലൂടെ നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടിയത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളിന്ന് വായിച്ച വേദഭാഗം ഏതാണ്? യോഹന്നാൻ 16:23 മുതൽ 30 വരെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നു. ആ ദിവസം നിങ്ങളൊന്നും എന്നോട് ചോദിക്കുകയില്ല. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന സകലതും അവൻ നിങ്ങൾക്ക് നൽകും. അങ്ങനെ പിതാവിനോടാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. പിതാവ് നമുക്ക് പുത്രനെ തന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ തരുന്നു. അങ്ങനെ മുൻഗണനാക്രമത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടെത്തണമെന്ന് അവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരു ദിവസം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഇത്രയും നാളത്തെയും പ്രാർത്ഥനാ ജീവിതത്തിൽ സ്വർഗത്തിലെ പിതാവേ, നിന്നെ പിതാവെന്ന് വിളിക്കുവാൻ തക്കവണ്ണം എന്നെ ദത്തുമകനായ ദത്തുമകളായി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജനിച്ചത് ശത്രുക്കളായിട്ടാണ്, പിശാചിന്റെ മക്കളായിട്ടാണ് ജനിച്ചത് പാപത്തിൽ. അതുകൊണ്ട് നമ്മളെ ദത്തുമക്കളായിട്ട് എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാപവും ശാപം ഏറ്റെടുത്ത് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനെ നമുക്ക് തന്നത്. അപ്പോൾ ഏകജാതനയിലൂടെയാണ് നമ്മൾ ആ ഏകജാതനയിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദത്തുമക്കളായി തീർന്നിട്ട് കർത്താവിൻ്റെ സഹോദരവർഗത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്നത്. നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ പിതാവിനോട് പുത്രനെ തന്നതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? പിതാവേ, നിന്റെ ഒരൊറ്റ മകനേ ഉള്ളൂ, ആ മകനെ എനിക്ക് തന്നതിനാൽ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കുടിശ്ശേദത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ അങ്ങനെ പിതാവിന്റെ ഏറ്റവും വലിയ സമ്മാനം, 1-ാം സമ്മാനം പുത്രനാ. പുത്രനെ ശരിക്കും നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ആ പുത്രൻ നമ്മൾ ജനിച്ച് വളർന്നു സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞ് പരിശുദ്ധാത്മാവാണ് പുത്രൻ വഴി പിതാവിലേക്ക് നമ്മളെ എപ്പോഴും പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം വസിക്കുന്ന സ്ഥലമായി നമുക്ക് മാറാൻ സാധിക്കും, നമുക്ക് സ്വർഗമാകാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. കൊച്ചു കാര്യമാണോ? നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് നമ്മളെ ചലിക്കുന്ന സ്വർഗമാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം വസിക്കുന്ന ഒരു ചലിക്കുന്ന പള്ളിയും ചലിക്കുന്ന സ്വർഗവുമാകുവാനുള്ള സാധ്യത ഉണ്ടായിട്ട് നമ്മളിപ്പോൾ നരകമായിട്ട് തുടരുകയാണോ? സ്വർഗമാകേണ്ടത് നമ്മളിപ്പോൾ നരകത്തിലാണോ, പാതാളത്തിലാണോ? അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയിട്ട് നമ്മുടെ ഒരേറ്റം പാതാളം വരെ പോകുമെന്നാണ് പറയുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മുടെ ഒരേറ്റം സ്വർഗം വരെ എത്തിച്ചിട്ടുമുണ്ട്. അത് എഫേസ്യർ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരേറ്റം സ്വർഗത്തിൽ ഒരേറ്റം പാതാളത്തിലും കിടക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ. പാതാളത്തിലും ഭൂമിയിലും പർദീസായാലും സ്വർഗത്തിലും എല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു വശം നമുക്കുണ്ട്.
ഇതെല്ലാം യേശു ക്രിസ്തുവിൽ ഏകീകരിക്കണം. യേശു ക്രിസ്തുവിൽ തന്നെ ആകണം. അപ്പോൾ മാത്രമേ വീണ്ടെടുപ്പിൻ്റെ വേല പൂർത്തിയാകുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആ ദിവസം എന്ന് പറഞ്ഞൊരു ദിവസം, അത് ഇന്നത്തെ ദിവസം ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം ആ ദിവസം ആകട്ടെ, കർത്താവ് പറഞ്ഞ ആ ദിവസം നമ്മൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന സകലതും അവൻ നിങ്ങൾക്ക് നൽകും. അപ്പം പുത്രനെ രക്ഷിതാവായി വീണ്ടെടുപ്പുകാരനായി നമ്മുടെ ജീവിത പങ്കാളിയായി നമ്മൾ സ്വീകരിച്ചിട്ട് ആ പുത്രനെയും കൊണ്ട് ചെന്ന് വേണം കർത്താവിനോട് പിതാവിനോട് കാര്യങ്ങൾ പറയാൻ. വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ എഴുതി തരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ത്രോണോസ വെച്ചേക്കും. എപ്പോഴാണ് ഇതെടുക്കുന്നതെന്ന് അറിയാമോ? പുത്രന്റെ ശരീരരക്തങ്ങൾ കുരിശാകൃതിയിൽ പിതാവിനെ കാണിക്കും. പിതാവെ കണ്ടോ, മോനെ കണ്ടോ? ആ തിരുശരീര രക്തങ്ങളുടെ പുറയിൽ ഈ അച്ഛൻ്റെ മുഖം മറച്ചു വെക്കും. അച്ഛൻ്റെ മുഖം കണ്ടാൽ ചിലപ്പം പിതാവിന് മിണ്ടാൻ തോന്നുകയില്ല. അതുകൊണ്ട് ഞാൻ പാപിയാണ്, പാപം വയ്ക്കുന്നയാളാണ്, ബലഹീനനാണ്, നിന്റെ പുത്രനെ കണ്ടോ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് തരുന്ന എല്ലാ വിഷയങ്ങളും കുരിശാകൃതിയിൽ അപ്പവൈദ്യങ്ങൾക്ക് കർത്താവിന് ശരീരരക്തങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് ഉയർത്തി, പിതാവേ നിന്റെ മോനെ കണ്ടോ, ആ മോനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു, അവനെ ഓർത്ത് അവൻ്റെ കുരിശോർത്ത് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ആ വചനമായി ഇപ്പം നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് സത്യമായി ഞാൻ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന സകലത അവൻ നിങ്ങൾക്ക് നൽകും. ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും നിങ്ങൾ യാചിച്ചിട്ടില്ല, ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലൂടെ മാത്രമേ നമുക്ക് പിതാവുമായിട്ട് ബന്ധമുള്ളൂ. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ആത്മാവ്, ഇവയെല്ലാം നമ്മളെ പിതാവുമായിട്ടുള്ള ബന്ധമുള്ളവരാക്കുകയാണ്. അങ്ങനെ പിതാവുമായി നമ്മളെ ബന്ധിപ്പിക്കുവാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്നാണ് 1 കൊരിന്ത്യർ 12 പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരത്തിൽ വന്ന് വസിച്ച് നമ്മളെ പുത്രൻ വഴി സ്വർഗത്തിൽ എത്തിക്കുന്ന, പിതാവിലേക്ക് എത്തിക്കുന്ന ആ കാര്യസ്ഥൻ. അപ്പോൾ ആ കാര്യസ്ഥനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ പുത്രനെ ചോദിക്കണം, കാര്യസ്ഥനെ ചോദിക്കണം, അത് കഴിഞ്ഞ് പുത്രന്റെ നാമത്തിൽ ചോദിക്കണം. അങ്ങനെ മുൻഗണനാക്രമത്തിൽ നമുക്ക് തരാൻ പറ്റിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മുൻഗണനാക്രമത്തിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ യേശുവില്ലാതെ, ആത്മാവില്ലാതെ കിട്ടിയാൽ വല്ല ഗുണമുണ്ടോ? യേശുവില്ലാതെ ആത്മാവില്ലാതെ നമുക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞു, നമുക്കത് പ്രയോജനപ്പെടുന്നില്ല. അത് പിശാച് തട്ടിക്കൊണ്ട് പോവുക. ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് യേശുവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിനെ കൂടാത്ത നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ ചൂഷണം ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് യേശുവിനെ കിട്ടി, പരിശുദ്ധാത്മാവിനെ കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ മതി. അതിനുമുമ്പേ ചോദിപ്പിക്കുന്ന പിശാചാണ്, അവന് കിട്ടും. സൂത്രമാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെയും ദൈവപുത്രൻ്റെയും ദൈവാത്മാവിൻ്റെയും വകയാകുന്നതിന് മുമ്പേ ശത്രുവിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ശത്രു കൊണ്ടുപോകും. നമുക്ക് കിട്ടുന്നതൊന്നും അനുഭവിക്കുന്നതിന് ഒക്കുന്നില്ലെങ്കിൽ കർത്താവിനും പരിശുദ്ധാത്മാവിനും നമ്മൾ ഇടമില്ല, നമുക്ക് തിന്മയ്ക്കാണ് നമ്മൾ ഇടയുള്ളതെന്നാണ് എൻ്റെ അർത്ഥം. ആ പ്രശ്നത്തിലാണ് പരിഹാരം വരുത്തേണ്ടത്. ഇനി ശേഷിക്കുന്ന ദിവസം അടുത്ത പെന്തിക്കോസ്ത് പെരുന്നാളിന് മുമ്പ് സ്വർഗ്ഗാരോഹണ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ മുഴുവനും വീണ്ടെടുക്കപ്പെട്ട് യേശുവിൻ്റെ മാറിൽ എത്തിച്ചേരണം. ആ മാറിൽ എത്തിച്ചേരുന്ന പ്രാണനാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പെന്തിക്കോസ്ത് പെരുന്നാൾ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം ഈ വർഷത്തെ പെന്തിക്കോസ്തെങ്കിൽ നമ്മുടേതാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇന്ന് പറഞ്ഞ വേദഭാഗത്തിൽ കർത്താവിനെ പറയുന്ന കാര്യം നമ്മൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, നമുക്ക് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ചോദിക്കാം. അങ്ങനെ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത്? യേശുവിൻ്റെ വചനം മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ എഴുതണം. യേശുവിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകത്തക്കവണ്ണം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയും. അപ്പം നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ സന്തോഷം കൃഷി ചെയ്യുന്ന സ്ഥലമായി നമ്മുടെ ഹൃദയം മാറണം. സന്തോഷം കൃഷി ചെയ്തെടുക്കേണ്ട ഒരു ഫലമാണ്. ആത്മാവിൻ്റെ ഫലം സ്നേഹവും സന്തോഷവും സമാധാനം ദീർഘക്ഷമയും ദയയും പരോപകാരം വിശ്വസ്തയും സൗമ്യതയും എന്തിനേ ചെയ്യും. കൃഷി ചെയ്തെടുക്കുവാൻ തക്കൊണ്ട് ഒരു സ്ഥലം നമുക്കുണ്ട്. അതിന് വിത്തായിട്ട് വചനത്തെ തന്നിട്ടുമുണ്ട്. ഈ കൃപായുഗത്തിൽ ആദ്യമായി തൻ്റെ ഹൃദയം 100% ദൈവത്തിൻ്റെ വചനം വിതയ്ക്കാൻ പറ്റിയ വിളഭൂമിയായി മാറ്റിയത് മാതാവാണ്. മാതാവിൻ്റെ ഹൃദയത്തിൽ വീണ ആ വചനമാകുന്ന വിധം 100 മേനി വിളവ് കായ്ച്ചു. ആ മാതാവിൽ നിന്ന് കിളിർത്തു വന്ന ജീവന്റെ ആ വൃക്ഷത്തിൻ്റെ ഫലമാണ് നമ്മൾ വിശുദ്ധ കുർബാനയായി ആസ്വദിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ച് തരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുൻഗണനാക്രമത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇതുവരെയായിട്ട് നമുക്ക് സന്തോഷം പൂർണ്ണമായിട്ടില്ലെങ്കിൽ അർത്ഥം നമുക്ക് യേശുവിനെയോ പരിശുദ്ധാത്മാവിനെയോ പൂർണ്ണമായി സ്വീകരിക്കുവാനോ വളർത്തുവാനോ സ്വർഗ്ഗാരോഹണം ചെയ്യിക്കുവാനോ കഴിഞ്ഞില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഈ വർഷത്തെ പെന്തിക്കോസ്ത് പെരുന്നാളെങ്കിലും നമ്മുടേതാകാൻ
ഈ വർഷത്തെ സ്വർഗ്ഗാരോഹണ പെരുന്നാളെങ്കിലും നമ്മുടേതാകുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഉപമകളിലൂടെ അല്ലാതെ പിതാവിനെക്കുറിച്ച് ഞാൻ സ്പഷ്ടമായി നിങ്ങളെ അറിയിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞ് ഉപമയില്ലാതെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നു. അതെൻ്റെ നാമത്തിൽ ആ ദിവസം നിങ്ങൾ ചോദിക്കുന്ന ദിവസം തന്നെ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ഞാൻ ചോദിക്കുമെന്ന് പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചതുകൊണ്ടും ഞാൻ പിതാവിൽ നിന്ന് വന്നവനാണെന്ന് വിശ്വസിച്ചതുകൊണ്ടും പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്ന് ഞാൻ ലോകത്തെ വിട്ട് വീണ്ടും പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ ഉപമ കൂടാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, സകലതും അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് സാധാരണക്കാരോട് ഉപമകളിൽ കൂടിയാണ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ അടുത്ത് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കൂടെ ഒത്തിരി നാൾ നടന്നു കഴിയുമ്പോൾ ഉപമയില്ലാതെ നേരിട്ട് വർത്താനം പറയും. ആ ഒരു കാലം നമുക്ക് തുടങ്ങിയോ? ആ ദിവസം തുടങ്ങിയോ? കർത്താവ് നേരിട്ട് വർത്താനം പറയാൻ തുടങ്ങിയോ? ഉപമയിൽ കൂടെയാണോ ഇപ്പോഴും പറയുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് നിന്നോട് രഹസ്യമായി സംസാരിക്കണം, നീ രഹസ്യമായി എന്നോട് സംസാരിക്കണം, അതെന്നെ സന്തോഷം പൂർണ്ണമാക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന്, ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൽ നിന്ന് വന്നവനായ പുത്രൻ നമ്മളെ രക്ഷിക്കാൻ വന്നു. നമ്മൾ ശത്രുക്കളായിട്ട് നമ്മളെ മിത്രമാക്കാനും സ്വന്തമാക്കാനും മക്കളാക്കാനും വന്നു. നമ്മൾ എത്ര ശതമാനം ആ അവസ്ഥയിലെത്തി, അത് പൂർണ്ണതയിലെത്താനാണ് ഈ സമയം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ശേഷിക്കുന്ന സമയം സ്വയപരിശോധന ചെയ്ത് പതിനശുരക്ഷ നടത്താനായിട്ട് ഒരുങ്ങി വന്ന ആരംഭയിൽ വന്നാട്ട്. പെന്തിക്കോസ്ത് പെരുന്നാൾ നമ്മളെ ഒരുക്കുവാൻ, സ്വർഗ്ഗാരോഹണ പെരുന്നാൾ നമ്മളെ തയ്യാറാക്കുവാൻ ഈ സഹോദരൻ നമ്മളോട് സംസാരിക്കട്ടെ. നമുക്ക് അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് വചനം കേൾക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം പകരുകയാത്മാവിൻ തിരുശക്തിയാ